രാജ്യം നാളെ മുതൽ പുതിയ GST നിരക്കിലേക്ക് മാറുകയാണ്. വലിയ രീതിയിൽ വിലക്കുറവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നറിയിച്ചതോടെ രാജ്യമൊന്ന് ഞെട്ടിയതാണ്. കാരണം 2016 നവംബർ 8 രാത്രി 8 മണിക്ക് ജനങ്ങൾക്ക് ഇതേ രീതിയിലൊരു 8ൻ്റെ പണി കൊടുത്തിരുന്നു. അത് ചെറുതല്ല, നോട്ട് നിരോധനമായിരുന്നു. ആ സമയത്ത് ജനങ്ങൾ വലഞ്ഞത് ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഏതായാലും ഇതങ്ങനെ സംഭവിച്ചില്ല. രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വലിയ ആശ്വാസമെന്ന് തോന്നുന്ന തരത്തിലാണ്. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ നരേന്ദ്രമോദി GST സേവിങ്സ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകും എന്നാണ് വ്യക്തമാക്കിയത്. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും മോദി വ്യക്തമാക്കുന്നു. ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം, യുവാക്കൾ, കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുമെന്നും പറയുന്നു. ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടും. നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. കൂടാതെ പലതരം നികുതികൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് അതൊക്കെ എടുത്തു പറഞ്ഞു. അത് ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ പരിഷ്കാരത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച നടത്തിയാണ് ഈ തീരുമാനമെന്നും നാളെ മുതൽ 5%, 18% നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക. 99% സാധനങ്ങളും 5% സ്ലാബിലേക്ക് വരുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പലതും വില കുറഞ്ഞ് വരുമെന്നുള്ളതാണ് സത്യം. അങ്ങനെ വിലക്കുറവിൻ്റെ വലിയ ആനുകൂല്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന വാർത്ത പറയാനാണ് പ്രധാനമന്ത്രി എത്തിയത്. രാജ്യം നാളെ മുതൽ പുതിയ GST നിരക്കിലേക്ക് മാറുമ്പോൾ അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. വലിയ രീതിയിൽ വിലക്കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ ആ GST നിരക്ക് മാറ്റത്തിൽ ബോധവൽക്കരണത്തിനൊരുങ്ങുകയാണ് BJP. നാളെ മുതൽ ഒരാഴ്ച GST സേവിങ്സ് വാരമായി അവർ ആഘോഷിക്കും. നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് പദയാത്രകളും ബോധവൽക്കരണ ക്ലാസുകളൊക്കെ നടത്താൻ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മധ്യവർഗത്തിന് ഇരട്ടി സൗഭാഗ്യമാണ് ഉണ്ടാകുക എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഒരുപക്ഷെ ഇത് ഉപകാരപ്രദമായാൽ അത് നല്ലതാണ്.